ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം ശ്രീമൻ നാരായണീയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 34-ാം ദശകത്തിലെ 2-ാം ശ്ലോകത്തെ കാണാം. കോദണ്ഡീ കൗശികസ്യ ക്രതുവരമവിതും ലക്ഷ്മണേനാനുയാതോ യാതോ ഭൂസ്തദവാച മുനികഥിതം അനുദ്വന്ദ് ശാന്ത്വാദ്വഖേതഃ. നൃണാം ത്രാണായ ബാണൈർമുനിവചനബലാദ് താടകാം പാടയിത്വാ ലബ്ധ്വാസ്മാദസ്ത്രജാലം മുനിവനമഗമോ ദേവസിദ്ധാശ്രമാഖ്യം. ഓരോ വാക്കുകളിലേക്കും അർത്ഥതലങ്ങളിലേക്കും ആദ്യം ശ്രദ്ധ ചെയ്യാം. ഹേ ദേവാ, ത്വം അല്ലയോ ഗുരുവായൂരപ്പ ഭഗവാനെ, നിന്തിരുവടി താതവാച പിതാവിൻ്റെ നിയോഗത്താൽ കോദണ്ഡി ലക്ഷ്മണേന അനുയാത, കയ്യിൽ കോദണ്ഡ വില്ലുമേന്തിക്കൊണ്ട് ലക്ഷ്മണനാൽ അനുഗതനായിട്ട് കൗശികസ്യ ക്രതുവരമവിതും വിശ്വാമിത്രൻ്റെ ശ്രേഷ്ഠമായ യാഗത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി യാത അഭൂ യാത്രയായി. അഥ അനന്തരം മുനികഥിത അനുദ്വന്ദ് ശാന്താദ്വഖേത, മഹർഷിയാൽ ഉപദേശിക്കപ്പെട്ട 2 മന്ത്രങ്ങളാൽ ശമിച്ചതായ മാർഗഖേദത്തോടുകൂടിയവനായിട്ട് നൃണാം ത്രാണായ ജനങ്ങളുടെ രക്ഷയ്ക്കായി മുനിവചനബലാത് ബാണൈ താടകാം പാടയിത്വ, വിശ്വാമിത്ര മഹർഷിയുടെ വാക്കിനെ പ്രമാണമാക്കി ബാണങ്ങളാൽ താടകയെ പിളർന്നു കൊന്നിട്ട് അസ്മാത് അസ്ത്രജാലം ലബ്ധ്വ, ആ മഹർഷിയിൽ നിന്ന് ദിവ്യാസ്ത്ര സമൂഹത്തെ ലഭിച്ചിട്ട് സിദ്ധാശ്രമാഖ്യം മുനിവനം അഗമ, സിദ്ധാശ്രമം എന്നു പേരായ വിശ്വാമിത്ര മഹർഷിയുടെ തപോവനത്തെ പ്രാപിച്ചു. ആദി കാവ്യമാണ് രാമായണം. 24,000 ശ്ലോകങ്ങൾ അഥവാ ഗ്രന്ഥങ്ങളടങ്ങിയ രാമായണം കാച്ചിക്കുറുക്കിയാണ് 20 ശ്ലോകങ്ങളാക്കി മാറ്റിയിരിക്കുന്നത്. വിശ്വാമിത്ര ആശ്രമ ഗമനം വരെയുള്ള ഭാഗങ്ങളെയാണ് ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ശ്രീരാമചന്ദ്ര പ്രഭുവായി അവതരിച്ച മഹാവിഷ്ണുവിൻ്റെ അത്ഭുത കൃത്യങ്ങളെ വർണ്ണിക്കുകയാണ്. പുണ്യാതിരേകത്താൽ രാമൻ ഉത്കൃഷ്ട വംശജനനം, സദാചാരനിഷ്ഠനായി, വിനയശീലനായി, ഭൗതിക വിദ്യാഭ്യാസമെല്ലാം പൂർണ്ണമാക്കി. എന്നിരുന്നിട്ടും പിന്നെയും അതൃപ്തനും ദുഃഖിയുമായി തീവ്രവൈരാഗ്യത്തോടെ കഴിയുന്ന കാലത്താണ് യാദൃച്ഛികമായിട്ട് ഗുരുലാഭം ഉണ്ടാവുന്നത്. വിശ്വത്തിൻ്റെ മുഴുവൻ മിത്രനായ വിശ്വാമിത്ര മഹർഷി അയോധ്യയിൽ ഒരിക്കൽ എത്തിച്ചേരുന്നു. ദശരഥൻ വിശ്വാമിത്രനെ സ്വീകരിച്ചിരുത്തുന്നു. താൻ പിതൃക്കൾക്കായി ചെയ്യുന്ന യാഗങ്ങളെ മുടക്കുന്ന അസുരന്മാരെ നിഗ്രഹിക്കുവാൻ രാമലക്ഷ്മണന്മാരെ കൂടെ അയക്കണമെന്ന് വിശ്വാമിത്ര മഹർഷി ആവശ്യപ്പെടുന്നു. ഇത് കേട്ട് ദശരഥൻ വളരെയധികം ഭയത്തോടുകൂടി പറയുന്നു, അങ്ങയ്ക്ക് യാഗരക്ഷ ചെയ്യുകയല്ലേ വേണ്ടൂ, എൻ്റെ സൈന്യങ്ങളെ മുഴുവൻ ഞാൻ പറഞ്ഞയക്കാം. എന്നാലും എൻ്റെ കുട്ടികളെ കൊണ്ടുപോകരുതേ, കാരണം എൻ്റെ കുട്ടിക്ക് കേവലം 16 വയസ്സ് പോലും തികഞ്ഞിട്ടില്ല എന്നെല്ലാം പലതും പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ദശരഥൻ എന്നാൽ ഇന്ദ്രിയജയം നേടിയ, അതായത് അച്ചടക്കത്തിൻ്റെ പ്രതീകമായി എടുക്കുക. അതിനാൽ വിശ്വപ്രേമത്തിലേക്കുള്ള ഒരു സാധകന്റെ പ്രയാണത്തെക്കുറിച്ചുള്ള ഭയം തികച്ചും ന്യായം തന്നെയാണ്. അതിനാൽ ആ ഭയത്തെ ഇല്ലാതാക്കാനായി സദ്നിഷ്ഠകളുടെ പ്രതീകമായ വസിഷ്ഠൻ ധൈര്യം നൽകുന്നു. തുടർന്ന് ആ രാജസഭയിൽ വെച്ച് തന്നെ വസിഷ്ഠ മഹർഷിയെ കൊണ്ട് വളരെ ശ്രേഷ്ഠമായ തത്വജ്ഞാന ഉപദേശങ്ങൾ കൊണ്ട് ആത്മബോധം ഉണ്ടാക്കി തീർക്കുന്നു. അതിനുശേഷമാണ് രാമലക്ഷ്മണന്മാരെ മുനിയുടെ കൂടെ കൊണ്ടുപോകുന്നത്. അങ്ങനെ സ്വപിതാവായ ദശരഥ മഹാരാജാവിൻ്റെ കൽപ്പനയാൽ
കോദണ്ഡമെന്ന വില്ലും കയ്യിലേന്തി ലക്ഷ്മണനോടുകൂടി വിശ്വാമിത്രൻ്റെ യാഗരക്ഷയ്ക്കായി പുറപ്പെട്ടു. ഇവിടെ ഒരു ജീവന്റെ ജന്മോദ്ദേശത്തെ സാധിപ്പിച്ചു തരുന്ന കാരണഗുരുവാണ് വിശ്വാമിത്രൻ. ശ്രീരാമനായി അവതരിച്ച മഹാവിഷ്ണുവിൻ്റെ ദുഷ്ടനിഗ്രഹവും സജ്ജന രക്ഷയും ആരംഭിക്കുവാൻ കാലതാമസം വരുന്നു എന്ന് കണ്ടറിഞ്ഞ് അവതാര കാര്യത്തിലേക്ക് എത്തിക്കുക എന്ന കർത്തവ്യമാണ് വിശ്വാമിത്ര മഹർഷിക്കുള്ളത്. അതിനാലാണ് മഹർഷി തൻ്റെ യാഗരക്ഷയ്ക്കായി ദശരഥ മഹാരാജാവിനെ ക്ഷണിക്കാതെ രാമലക്ഷ്മണന്മാരെ ക്ഷണിക്കുന്നത്. അതുമാത്രമല്ല, എത്രയെല്ലാം ഒരു സാധകൻ സദാചാരനിഷ്ഠനും മറ്റ് സദ്ഗുണങ്ങൾ എല്ലാം ഉള്ളവനാണെങ്കിലും ശരി, ചില വാസനകളുടെ ശക്തി പല കാര്യങ്ങൾക്കും അവന് പിന്നീട് തടസ്സങ്ങളായി വരും. ഈ ദുഷ്വാസനകളെ, അതായത് മാരീജാതി രാക്ഷസന്മാരെ കൊല്ലുവാനാണ് വിശ്വാമിത്രൻ ശ്രീരാമചന്ദ്ര ലക്ഷ്മണന്മാരെ ദശരഥ മഹാരാജാവിനോട് ആവശ്യപ്പെട്ടത്. അവതാര കാര്യങ്ങൾ നടത്തുന്നതിനിടയ്ക്ക് പലപ്പോഴും നീണ്ട യാത്രകളും അന്നപാനാദികൾ ലഭിക്കാത്ത അവസ്ഥയും ഉണ്ടായേക്കാം. ഇതിനെ മുൻകൂട്ടി അറിഞ്ഞ മഹാമുനി മാർഗമധ്യത്തിൽ രാമലക്ഷ്മണന്മാരുടെ വിശപ്പും ദാഹവും ശമിപ്പിക്കുന്നതിനായി ബല, അതിബല എന്ന 2 മന്ത്രങ്ങളെ ഉപദേശിച്ചു കൊടുത്തു. യാത്രാക്ലേശവും ഉപവാസക്ലേശവും അകറ്റുവാനാണ് ഈ ദിവ്യമന്ത്രങ്ങൾ. യാതൊരു ശ്രമവും കൂടാതെ അവർ യാത്ര ചെയ്യുമ്പോൾ താടക എന്നു പേരായ ഘോര രാക്ഷസി മാർഗത്തെ തടുത്തു. രാമനാകട്ടെ സ്ത്രീഹത്യ വലുതായ പാപമാണ് എന്ന് ശങ്കിച്ച് നിന്നുപോയി. അതായത് രാമന് ധർമ്മത്തിൽ അതിശക്തി വന്നു. രാമന്റെ മനസ്സിലെ ധർമ്മചിന്തയെ നേർവഴിക്കാക്കുവാനായി വിശ്വാമിത്ര മഹർഷി പറഞ്ഞു, ഇവൾ ഒരു സ്ത്രീയാണെങ്കിലും ജനങ്ങൾക്ക് അത്യന്തം ഉപദ്രവത്തെ ചെയ്യുന്നവളാകയാൽ ലോകരക്ഷയ്ക്ക് വേണ്ടി ഇവളെ വധിക്കുന്നതിന് വിരോധമില്ല. അതായത് ധർമ്മത്തിന് ദോഷം വരുത്തുന്ന എന്തിനേയും വധിക്കാം എന്ന് ഗുരുവാക്കിനെ പ്രമാണമാക്കി കൂർത്തമൂർത്ത ശരങ്ങളാൽ താടകയുടെ മർമ്മം പിളർത്തിക്കൊന്നു. അനന്തരം അത്യന്തം സന്തുഷ്ടനായ ആ മഹർഷി ശ്രേഷ്ഠൻ അവതാര കാര്യസാധ്യത്തിന് ഭാവിയിൽ ഉപകരിക്കട്ടെ എന്ന് മനസ്സാ ആശംസിച്ചുകൊണ്ട് ശൃംഭകാദി അസ്ത്രങ്ങളും മറ്റ് അനേകം ദിവ്യാസ്ത്രങ്ങളും ഉപദേശിച്ചു കൊടുത്തു. മന്ത്രങ്ങളെ കൊണ്ട് അസ്ത്രം അയക്കുമ്പോഴാണ് അത് ദിവ്യാസ്ത്രമാകുക. ഏത് വിദ്യയ്ക്കും ഗുരു ആവശ്യമാണ്. ഗുരുമുഖത്തു നിന്നാണ് വിദ്യ അഭ്യസിക്കേണ്ടത് എന്ന് ഇവിടെ കാണിച്ചു തരുന്നു. താടക കാമചാരിണിയാണ്, ഭ്രാന്തിരൂപിണിയാണ്. അധ്യാത്മമാർഗത്തിൽ ചരിക്കുന്ന ഒരു സാധകൻ ആദ്യം ജയിക്കേണ്ടത് അല്ലെങ്കിൽ ഇല്ലാതാക്കേണ്ടത് ഈ കാമവാസനകളെയാണ്. അതിനുള്ള ആദ്യപടിയായാണ് ശരീരധർമ്മങ്ങളിലുള്ള തൃഷ്ണയെ അകറ്റുവാനുള്ള മാർഗത്തെ ആദ്യം ഉപദേശിച്ചത്. പിന്നീട് മനസ്സിൽ വരുന്ന സർവാഭിലാഷങ്ങളെയും കൂർത്തുമൂർത്ത നിഷ്ഠകളാകുന്ന ശരങ്ങളെ കൊണ്ട് നിശേഷം അകറ്റണം. മനസ്സ് എത്രയെല്ലാം ചിന്തകളെ, കാമങ്ങളെ ജയിക്കുവാൻ ശ്രമിച്ചാലും സുഖദുഃഖങ്ങളിലുള്ള ഭ്രാന്തി വിട്ടുപോകണമെന്നില്ല. താടകയുടെ 2 സഹോദരങ്ങളാണ് മാരീച സ്വഭാവുക്കൾ. സങ്കല്പം മാത്രമാണ് സുഖദുഃഖങ്ങൾക്കാസ്പദം. മനസ്സ് ഏതൊന്നിനെ ഇഷ്ടപ്പെടുന്നുവോ അതിനെ സുഖമായും, അതായത് സുബാഹുവായും, മനസ്സ് വെറുക്കുന്നതിനെ ദുഃഖമായും കരുതുന്നു മാരീചൻ. മനസ്സിൻ്റെ കാമത്തിൻ്റെ സന്തതികളാണവ. കാമത്തെ ഇല്ലാതാക്കിയാൽ അവ ദുർബലങ്ങളാകും. ആഗ്രഹങ്ങളും സുഖദുഃഖാദി ദ്വന്ദ്ങ്ങളും അകലുമ്പോഴേ ചിത്തശുദ്ധി ലഭിക്കുകയും ചെയ്യുകയുള്ളൂ. ഇവയിൽ ഏറ്റവും എളുപ്പത്തിൽ ഇല്ലാതാക്കാൻ സാധിക്കുന്നത് സുബാഹുവിനെയാണ്, അതായത് സുഖചിന്ത. എന്നാൽ ദുഃഖചിന്ത തൽക്കാലം മാറി നിന്നാലും പിന്നീട് പലതായ തൃഷ്ണ കാട്ടി കൂടുതൽ ദുഃഖമുണ്ടാക്കി തീർക്കും. ചിത്തശുദ്ധിക്ക് വേണ്ടി കർമ്മയോഗം അനുഷ്ഠിക്കലാണ് യാഗാദികളെ കൊണ്ട് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ അവർ വിശ്വാമിത്ര ആശ്രമമായ സിദ്ധാശ്രമം എന്ന് പ്രസിദ്ധമായ തപോവനത്തെ പ്രാപിച്ചു. ഒരിക്കൽ കൂടി ഈ ശ്ലോകത്തെ ജപം ചെയ്യാം.
കോദണ്ഡീ കൗശികസ്യ ക്രതുവരമവിതും ലക്ഷ്മണേനാനുയാതോ യാതോ ഭൂസ്താതവാച മുനികഥിതം അനുദ്വന്ദ്ശാന്ദ്വാദ്വഖേദഃ നൃണാം ത്രാണായ ബാണേർമുനിവചനബലാദ് താടകാം പാടയിത്വാ ലബ്ധ്വാസ്മാദസ്ത്രജാലം മുനിവനമഗമോ ദേവസിദ്ധാശ്രമാഖ്യം. ഓം തത്സത്. ഹരി ഓം.